നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, സമ്മാന പെരുമഴ. കേട്ട പാതി കേൾക്കാത്ത പാതി ലിങ്കിൽ ക്ലിക്ക് ചെയ്തവർക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. മിൽമയുടെ പേരിൽ ഓൺലൈനിൽ വൻ തട്ടിപ്പാണ് നടന്നത്. പലർക്കും ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ മിൽമയുടെ പേരിൽ വ്യാപകമായി പ്രചരിക്കുന്ന ആകർഷകമായ സമ്മാന പദ്ധതി സന്ദേശങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന വ്യാജേന പ്രത്യേക വെബ് ലിങ്കുകൾ സഹിതമാണ് വാട്സാപ്പ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി തട്ടിപ്പ് സന്ദേശങ്ങൾ പ്രചരിച്ചത്. ഇത്തരം വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് പൊതുജനങ്ങൾ ആരും തന്നെ കെണിയിൽ വീഴരുതെന്നും കബളിപ്പിക്കപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്നും മിൽമ മാനേജ്മെന്റ് കർശന മുന്നറിയിപ്പ് നൽകി. വാട്സാപ്പിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതിന് പിന്നാലെ ചോദിച്ച വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കൈമാറുകയും ചെയ്ത ചിലർക്ക് വലിയ രീതിയിലാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. പണം നഷ്ടമായെന്ന് കാണിച്ച് ഇരകളായവർ നേരിട്ട് മിൽമയ്ക്ക് പരാതി നൽകിയതോടെയാണ് ഔദ്യോഗിക വിശദീകരണവുമായി അധികൃതർ അടിയന്തരമായി രംഗത്തെത്തിയത്. നിലവിൽ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും വ്യക്തികൾ വഴിയും ഈ തട്ടിപ്പ് ലിങ്ക് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മിൽമയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇത് വ്യാജമാണെന്നും ആരും ഇത്തരം ലിങ്കുകൾ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. 46 വർഷത്തെ നീണ്ട പാരമ്പര്യമുള്ള മിൽമയുടെ വിപണിയിലെ വിശ്വാസ്യതയെ തകർക്കാനും ബ്രാൻഡ് നാമം ഉപയോഗിച്ച് പൊതുജനങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുമാണ് തട്ടിപ്പുകാർ ഇതിലൂടെ ശ്രമിച്ചതെന്ന് അധികൃതർ പറയുന്നു. പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം വ്യാജ സന്ദേശങ്ങളും ലിങ്കുകളും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായി മിൽമ അറിയിച്ചു. സൈബർ തട്ടിപ്പിനെതിരെ ശക്തമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് മിൽമ അധികൃതർ പോലീസിനും സൈബർ സെല്ലിനും ഔദ്യോഗികമായി പരാതി കൈമാറിയിട്ടുണ്ട്. ഓൺലൈനിൽ സർവത്ര തട്ടിപ്പാണ്. ദിവസവും ഇതുപോലെ എത്ര ലിങ്കുകളാണ് എല്ലാവരുടെയും ഫോണുകളിലേക്ക് വരുന്നത്. പലർക്കും ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ് നഷ്ടപ്പെടുന്നത്. ലക്ഷങ്ങളും കോടികളും മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. 1000ഉം 100ഉം 500ഉം ഉൾപ്പെടെ അങ്ങനെ പല രീതിയിലാണ് പണം തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നത്. എത്രയൊക്കെ മുന്നറിയിപ്പ് കൊടുത്താലും അപകടത്തിൽ പോയി ചാടാനായി നിൽക്കുന്നവരുമുണ്ട്. എന്തെങ്കിലും ഓഫർ അല്ലെങ്കിൽ സമ്മാനം എന്നൊക്കെ കേട്ടാൽ മലയാളികൾ അവിടെ തലയും കുത്തി വീഴും. നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല, പ്രബുദ്ധരാണെന്ന് ഇവരങ്ങ് സ്വയം തള്ളിമറിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പോയി ചാടുന്നതും പണം പോകുന്നതും മലയാളികൾക്കാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ സർവ്വവ്യാപിയായിരിക്കുകയാണ് കേരളത്തിൽ. സാധാരണക്കാരായ വീട്ടമ്മമാർ മുതൽ IT കമ്പനികളിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയർമാർ വരെ ഈ തട്ടിപ്പുകളിൽ കുടുങ്ങുന്നു. എന്തിനേറെ പോലീസുകാരും വക്കീലന്മാരും വരെ ഇത്തരം തട്ടിപ്പുകളിൽ വീണു പോകാറുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ ചിലതെല്ലാം വലിയ വാർത്തയാകുന്നതിനാൽ നമുക്ക് അറിയാമായിരിക്കും. എന്നാൽ മറ്റു ചിലവ അത്ര വലിയ വാർത്തയാകാതെ പോകാറുമുണ്ട്. ചെറിയ ഒരു അധിക വരുമാനം ആഗ്രഹിച്ച് ഓൺലൈനായി ജോലിക്ക് ശ്രമിക്കുന്നവർ പെട്ടുപോകുന്ന ചില തട്ടിപ്പുകളുമുണ്ട്. ഇവ വലിയ തുകകളാകില്ല എന്നതുകൊണ്ട് വാർത്തയിലൂടെ അറിയാതെ പോകുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകളിൽ ജാഗരൂകരായിട്ടിരിക്കുക. ഇപ്പോൾ നടക്കുന്ന ചില തട്ടിപ്പുകളെ കുറിച്ച് കൂടി നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നും നോക്കാം. വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും ലഭിക്കുന്നതിന് തട്ടിപ്പുകാർ വ്യാജ ലിങ്കുകൾ ഉപയോഗിക്കുന്ന രീതി വർദ്ധിച്ചു വരുന്നതായിട്ട് പോലീസ് വ്യക്തമാക്കുന്നു. സംശയാസ്പദമായ ലിങ്കുകളിൽ പ്രത്യേകിച്ച് സർക്കാർ സേവനങ്ങളുമായോ ഉപഭോക്തൃ സംരക്ഷണ പ്ലാറ്റ്ഫോമുകളുമായോ ബന്ധപ്പെട്ടതാണെന്ന് അവകാശപ്പെടുന്നവയിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സെർച്ചിൽ കിട്ടുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് അവ പരിശോധിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. ബാങ്കുകളുടെയൊക്കെ പേരിൽ വരെ ലിങ്കുകൾ വരാറുണ്ട്. അത്തരം ലിങ്കുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ബാങ്കുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക. സേവനങ്ങൾ അഭ്യർത്ഥിക്കുമ്പോഴോ വിവരങ്ങൾക്കായി സെർച്ച് ചെയ്യുമ്പോഴോ ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുമ്പോഴോ ഔദ്യോഗികവും അംഗീകൃതവുമായ വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളും മാത്രം ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കണം. വ്യാജ ലിങ്കുകൾ പലപ്പോഴും വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായി തോന്നിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ഇത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നും പോലീസ് പറയുന്നു. ഉപഭോക്താക്കളെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിടാൻ കബളിപ്പിക്കാൻ തട്ടിപ്പുകാർ തെറ്റിദ്ധരിപ്പിക്കുന്ന ലിങ്കുകൾ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും വിശദാംശങ്ങൾ നൽകുന്നതിന് മുൻപ് ഔദ്യോഗിക ലിങ്ക് തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു.
സെർച്ച് ഫലങ്ങളിൽ ആദ്യം ദൃശ്യമാകുന്ന തരത്തിൽ വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിക്കാൻ സൈബർ കുറ്റവാളികൾ പ്രൊഫഷണൽ രീതികൾ ഉപയോഗിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരോട് വ്യക്തിഗത വിവരങ്ങളോ ബാങ്കിംഗ് വിവരങ്ങളോ നൽകാൻ ആവശ്യപ്പെട്ടേക്കാം. തുടർന്ന് ഇവ തട്ടിപ്പിനായി ഉപയോഗിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ശക്തമായ ബോധവൽക്കരണം നടക്കുമ്പോഴും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഓൺലൈനിൽ ബ്രൗസ് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. വെബ്സൈറ്റ് ലിങ്കുകൾ എപ്പോഴും 2 തവണ പരിശോധിക്കാനും ഉറവിടം വിശ്വസനീയമാണെന്ന് ഉറപ്പില്ലെങ്കിൽ സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ ഏതെല്ലാമാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഈ സ്ഥിതി വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതലായി നടക്കുന്നത് ട്രായ് ഫോൺ സ്കാം ആണ്. ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റിയായ ട്രായിൽ നിന്നും ഉള്ളവരാണെന്ന് അവകാശപ്പെട്ട് ചിലർ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പേടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക. മൊബൈൽ നമ്പർ നഷ്ടമാകാതിരിക്കാൻ മെസ്സേജിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടും. ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. തട്ടിപ്പാണത്. ടെലികോം കമ്പനികളാണ് സേവനങ്ങൾ നിർത്തിവെക്കുന്നത്, ട്രായ് അല്ല. മറ്റൊന്ന്, ഇപ്പോൾ ഏറ്റവും കൂടുതലായി നടക്കുന്നത് പാഴ്സൽ കസ്റ്റംസ് തടഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പിന്റെ വെർഷനാണിത്. നിങ്ങൾ ഏതെങ്കിലും പാഴ്സൽ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആരെങ്കിലും പാഴ്സൽ അയച്ചിട്ടുണ്ടെങ്കിലോ അത് മനസ്സിലാക്കിയാണ് തട്ടിപ്പുകാർ വിളിക്കുക. നിരോധിത വസ്തുക്കൾ അടങ്ങിയ ഒരു പാഴ്സൽ കസ്റ്റംസ് തടഞ്ഞിരിക്കുന്നുവെന്ന് തട്ടിപ്പുകാർ പറയും. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. തട്ടിപ്പാണത്, കുടുങ്ങരുത്. ഫോൺ കട്ട് ചെയ്ത ശേഷം നമ്പർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. മറ്റൊന്ന്, ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി. പ്രശസ്തരായ നിരവധി വയോധികർ അടക്കമുള്ളവർ കുടുങ്ങിയ ഒരു തട്ടിപ്പ് രീതിയാണിത്. വ്യാജ പോലീസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിപ്പുകാർ വിളിക്കുന്നു. ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയതായി പ്രഖ്യാപിക്കുന്നു. ഓൺലൈൻ ചോദ്യം ചെയ്യൽ നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പിടിയിലാകാതിരിക്കാൻ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തട്ടിപ്പാണിത്. നമ്മുടെ പോലീസിനോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിക്കോ ഡിജിറ്റൽ അറസ്റ്റ് പരിപാടിയോ ഓൺലൈൻ ചോദ്യം ചെയ്യലോ ഒന്നും തന്നെയില്ല. മറ്റൊന്ന്, ബന്ധു അറസ്റ്റിൽ എന്ന് പറഞ്ഞുള്ളതാണ്. നിങ്ങളുടെ ഒരു ബന്ധുവോ അടുത്ത സുഹൃത്തോ അറസ്റ്റിലാകുമെന്ന് പറയുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന തട്ടിപ്പ് രീതിയാണിത്. കുടുംബാംഗങ്ങളെ വിളിച്ച് സത്യാവസ്ഥ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മറ്റൊന്ന്, മലയാളികൾ തലയും കുത്തി വീഴുന്ന ഒന്നാണ് ട്രേഡിങ്ങിലൂടെ ഉടൻ പണക്കാരാകാം എന്നുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു IT എഞ്ചിനീയറുടെ പക്കൽ നിന്ന് 1 കോടിയിലധികം രൂപ നഷ്ടമായ തട്ടിപ്പ് രീതിയാണിത്. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ ഓഹരി നിക്ഷേപങ്ങളിൽ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്നു. ഇതിലൂടെ ഉയർന്ന റിട്ടേൺ ലഭിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്നു. തട്ടിപ്പുകാർ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യിക്കുന്നു. അതിലൂടെ ട്രേഡ് ചെയ്യാനായി നാം ഇടുന്ന പണം മുഴുവൻ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ചെറിയ ജോലികൾക്ക് ഉയർന്ന പ്രതിഫലം. ലളിതമായ ജോലികൾ ചെയ്ത് നൽകിയാൽ അതിന് ഉയർന്ന തുക പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ തട്ടിപ്പ് രീതി. ഈ ജോലി ലഭിക്കാൻ ആദ്യമായി ഒരു നിക്ഷേപം ആവശ്യപ്പെടുന്നു. ഈ തട്ടിപ്പിൽ കുടുങ്ങരുത്. വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളുമായി മാത്രം ഇത്തരം കരാറുകളിൽ ഏർപ്പെടുക. മറ്റൊന്ന്, വ്യാജ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങളുടെ പേരിലുള്ള വ്യാജ ക്രെഡിറ്റ് കാർഡുകളിൽ വലിയ ഇടപാടുകൾ നടന്നതായും ഉടനെ അത് അടച്ചില്ലെങ്കിൽ വൻ പലിശയും ജപ്തി അടക്കമുള്ള നടപടികളും വരുമെന്ന് ചില വ്യാജ എക്സിക്യൂട്ടീവുകൾ വിളിച്ചു പറയുന്നു. ഇങ്ങനെ പണം അയച്ചു കൊടുത്ത് നഷ്ടം സംഭവിച്ച നിരവധി പേരുണ്ട്. പണമിടപാടുകൾക്ക് മുൻപ് നിങ്ങളുടെ ബാങ്കിൽ വിളിച്ച് ആദ്യം ഉറപ്പുവരുത്തുക. അബദ്ധത്തിലുള്ള പണം കൈമാറ്റം. തട്ടിപ്പുകാർ അവരുടെ പണം അബദ്ധത്തിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും റീഫണ്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ബാങ്കിൽ വിളിച്ച് ഇടപാടുകൾ പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലാതെ പണം അയച്ചു കൊടുക്കരുത്. മറ്റൊന്ന്, KYC കാലഹരണപ്പെട്ടു. തട്ടിപ്പുകാർ ചില ലിങ്കുകൾ അയച്ചു തരികയാണ് ആദ്യം ചെയ്യുക. ഈ ലിങ്കുകളിൽ കയറി KYC പുതുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് തട്ടിപ്പാണ്. ബാങ്കുകൾ നേരിട്ട് KYC പുതുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വിവരങ്ങളെല്ലാം വാങ്ങിയ ശേഷം ബാങ്കിലെ പണം തട്ടിപ്പുകാർ അടിച്ചെടുക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി ഉദാരമായ നികുതി റീഫണ്ട്. തട്ടിപ്പുകാർ നികുതി ഉദ്യോഗസ്ഥരായി നടിച്ചെത്തുകയാണ് ചെയ്യുക. ശേഷം ബാങ്ക് വിവരങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ വിവരങ്ങൾ ലഭിച്ചാൽ ഉടനെ അവർ പണം പിൻവലിക്കും. നികുതി വകുപ്പുകളുടെ കൈവശം നിങ്ങളുടെ ബാങ്ക് വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും. അവർ അതും ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല.
കൂടാതെ അവർ പൊതുവെ നേരിട്ട് ആശയവിനിമയം നടത്തുകയാണ് പതിവ്. ഇത്തരത്തിൽ സർവത്ര തട്ടിപ്പുകളാണ് ഓൺലൈനിൽ നടക്കുന്നത്. പിന്നെ ദിവസവും ഈ ലിങ്ക് തട്ടിപ്പ് സർവ്വമായി നടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കുക, ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. പണം പോയിട്ട് പിന്നെ തലയിൽ കൈവച്ചിട്ട് കാര്യമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.